ഭക്ഷണമെല്ലാം കഴിക്കൽ കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും ഉമ്മറത്തിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അസ്മ ഒരു കടുംപച്ച സാരിയും കറുത്ത തട്ടവും ഇട്ട് അവരുടെ അരികിൽ ചെന്നിരുന്നു. അമീറിന് ചായ കൊടുക്കുമോളെ, ഉമ്മ പറഞ്ഞു. അമീർ അപ്പോഴേക്കും പതുക്കെ വീടിൻ്റെ വശത്തുള്ള വലിയ കിണറ്റിൻ കരയിലേക്ക് നടന്നു. അവിടെ വലിപ്പമേറിയ ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നു. കാറ്റിൽ മാവിലകൾ അനങ്ങുന്ന ശബ്ദം മാത്രം. പെട്ടെന്ന് അവൻ്റെ അരികിലേക്ക് ഒരു ചായ ഗ്ലാസുമായി അസ്മ വന്നു. അമീർക്ക, ചായ, അവൾ ശാന്തമായി പറഞ്ഞു. അമീർ ചായ വാങ്ങിയിട്ട് അവളെ നോക്കി. അസ്മയുടെ കണ്ണുകളിൽ സ്വന്തം വീട്ടിൽ വന്നതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ അസ്മ ഒരുപാട് സന്തോഷത്തിലാണല്ലോ, അമീർ പതുക്കെ ചോദിച്ചു. എൻ്റെ സന്തോഷം അതല്ല അമീർക്ക. അസ്മ താഴേക്ക് നോക്കി. അവളുടെ കയ്യിലെ വളകൾ പതുക്കെ കിലുങ്ങി. നിങ്ങൾ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും സംസാരിക്കുന്നത് കണ്ടപ്പോൾ, അവർ ചിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഇത്രയും ദൂരം വന്നല്ലോ. അവളുടെ ആ വാക്കുകളിൽ നന്ദിയല്ല, വലിയൊരു പ്രണയത്തിൻ്റെ തുടക്കമായിരുന്നു. അമീർ ആദ്യമായി അസ്മയുടെ കണ്ണുകളിലേക്ക് ദീർഘനേരം നോക്കി നിന്നു. വൈകുന്നേരത്തെ ആ വെളിച്ചത്തിൽ അവളുടെ മുഖം മനോഹരമായി തിളങ്ങുന്നുണ്ടായിരുന്നു. അസ്മയുടെ വീട്ടിലെ ആ വലിയ സരിക്കാരവും ചായ കുടിയുമെല്ലാം കഴിഞ്ഞപ്പോൾ നേരം സന്ധ്യയോടടുത്തിരുന്നു. തിരികെ തറവാട്ടിലേക്ക് പോകാൻ അമീർ കുടുംബവും ഒരുങ്ങിയപ്പോഴാണ് അസ്മയുടെ ഉപ്പ റഹീം ഹാജിയും ഉമ്മ ഖദീജയും അവരെ തടഞ്ഞത്. കുറേ കാലത്തിന് ശേഷമല്ലേ മക്കളെങ്ങനെ വരുന്നത്? ഇന്നൊരു രാത്രി ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി, റഹീം ഹാജി സ്നേഹത്തോടെ നിർബന്ധിച്ചു. ഇല്ലപ്പ, പിന്നൊരു ദിവസം വരാം ഞങ്ങൾ, അമീർ പറഞ്ഞു. അസ്മയുടെ മുഖത്തെ സങ്കടം കണ്ട അമീറിൻ്റെ ഉപ്പ സുലൈമാൻ ഹാജി പറഞ്ഞു. എന്നാ റഹീമേ, മോളിവിടെ നിന്നോട്ടെ, അമീർ നാളെ വന്ന് കൂട്ടിക്കോളും. അമീറിൻ്റെ ഉമ്മ അതിനെ അനുകൂലിച്ചതോടെ അമീറിന് സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ അസ്മയെ അവിടെ നിർത്തി തനിച്ചു പോകേണ്ടി വരുന്നതിൽ അമീറിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം തോന്നിയിരുന്നു. പതുക്കെ പതുക്കെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അസ്മയുടെ സാന്നിധ്യം ഇപ്പോൾ അവന് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. എങ്കിലും മുതിർന്നവരുടെ വാക്കിനെ മാനിച്ച് ആ വിഷമം മുഖത്ത് കാണിക്കാതെ അവൻ ഉമ്മയെയും ഉപ്പയെയും കൂട്ടി തറവാട്ടിലേക്ക് തിരിച്ചുപോയി. വണ്ടി പടിയിറങ്ങുമ്പോൾ ഗേറ്റിനരികിൽ ഒതുങ്ങി നിന്ന് അമീർ പോകുന്നതും നോക്കി നിന്ന അസ്മയുടെ ഉള്ളിലും ചെറിയൊരു സങ്കടമുണ്ടായിരുന്നു. ഭക്ഷണമെല്ലാം കഴിക്കൽ കഴിഞ്ഞ് വീട്ടിലെല്ലാവരും ഉറങ്ങാൻ കിടന്നു. ആ സമയം അകത്തെ ചെറിയ മുറിയിൽ അസ്മ തൻ്റെ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. തൻ്റെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ സമാധാനമുണ്ടെങ്കിലും അസ്മയുടെ മനസ്സ് അപ്പോഴും അമീറിലായിരുന്നു. ഖദീജ ഉമ്മ മകളുടെ തലയിൽ പതുക്കെ തലോടിക്കൊണ്ട് ചോദിച്ചു. മോളെ അസ്മ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താ? അമീറിൻ്റെ ഉപ്പയും ഉമ്മയും എങ്ങനെ മോളോട്? അസ്മ ഉമ്മയുടെ കൈകളെടുത്ത് തൻ്റെ കവിളിലോട് ചേർത്തു. അവിടുത്തെ ഉമ്മാക്ക് ഞാൻ സ്വന്തം മോളെ പോലെയാ. എന്നെ ഒരു ചെറിയ ജോലി പോലും ചെയ്യാൻ സമ്മതിക്കില്ല. ഉപ്പയും അങ്ങനെ തന്നെ ഉമ്മ. ആ വീട്ടിൽ എനിക്ക് യാതൊരു കുറവുമില്ല. ഉമ്മയുടെ മനസ്സ് തണുത്തു. എങ്കിലും ചെറിയ ആശങ്കയോടെ അവർ വീണ്ടും ചോദിച്ചു. അതല്ല മോളെ, അമീർ നിന്റെ അടുത്ത് എങ്ങനെയുണ്ട്? ആദ്യമൊക്കെ ആ കുട്ടിക്ക് വലിയൊരു വിഷമമുണ്ടായിരുന്നല്ലോ, ഇപ്പം എങ്ങനെ, മാറ്റമുണ്ടോ? അമീറിനെ കുറിച്ച് കേട്ടപ്പോൾ അസ്മയുടെ മുഖത്ത് ആരും കാണാത്തൊരു നാണവും തിളക്കവും വന്നു. അവൾ തൻ്റെ തട്ടത്തിൻ്റെ അറ്റത്ത് വിരലുകൾ ചുറ്റിക്കൊണ്ട് പറഞ്ഞു. അമീർക്ക ഒരുപാട് മാറിയിട്ടുണ്ടമ്മ. ആദ്യമൊക്കെ സംസാരിക്കാൻ പോലും മടിയായിരുന്നു. എപ്പോഴും റെയ്ഹാനയുടെ ഓർമ്മകളിൽ തളർന്നിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പതുക്കെ പതുക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾ തൻ്റെ മുഖത്തെ ചെറിയൊരു നാണം മറച്ചു വെച്ചുകൊണ്ട് തുടർന്നു. അകൽച്ചയൊക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ടമ്മ. എന്നോട് ഒരുപാട് സ്നേഹത്തോടാ ഇപ്പോൾ പെരുമാറുന്നത്. മകളുടെ വാക്കിലെ സന്തോഷവും അവളുടെ കണ്ണുകളിലെ ആ പുതിയ പ്രണയവും കണ്ടപ്പോൾ ഖദീജമ്മയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവർ അസ്മയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അൽഹംദുലില്ലാ, ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ. അമീർ നല്ല കുട്ടിയാ. വിധി നിങ്ങളെ രണ്ടാളെയും കുറേ സങ്കടപ്പെടുത്തി. എന്നാൽ ഇനി ആ കുടുംബത്തിൻ്റെ സന്തോഷം എൻ്റെ കയ്യിലാ മോളെ.
എൻ്റെ സ്നേഹമുണ്ടെങ്കിലേ ഓൻ്റെ ഒറ്റപ്പെടൽ ഇനി മാറുള്ളൂ. ഉമ്മ അങ്ങനെ പറഞ്ഞ് റൂമിൽ നിന്നും പുറത്തിറങ്ങി. ജനൽപ്പാളികൾക്കിടയിലൂടെ വന്ന ഇളം തണുപ്പുള്ള കാറ്റിൽ അസ്മയുടെ തട്ടം പതുക്കെ ഉലഞ്ഞു. നാളെ അമീർ തന്നെ തേടി വരുന്ന ആ നിമിഷത്തിനായി, ആ മനോഹര പുലരിക്കായി അവൾ മനസ്സുകൊണ്ട് കാതോർത്ത് കിടന്നു. അസ്മയെ അവളുടെ വീട്ടിലാക്കി ഉമ്മയോടും ഉപ്പയോടും ഒപ്പം അവൻ തറവാട്ടിലേക്ക് തിരിച്ചു പോന്നപ്പോൾ വല്ലാത്തൊരു ശൂന്യത ആ വീടിനെ മൂടിയിരുന്നു. അവൻ ആരോടും അധികം സംസാരിക്കാതെ തൻ്റെ മുറിയിലേക്ക് നടന്നു. മുറി തുറന്ന് ലൈറ്റിടാതെ അവൻ കട്ടിലേക്ക് വന്നിരുന്നു. ജനാലിലൂടെ തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. പണ്ട് റൈഹാന പോയതിന് ശേഷം ഈ മുറി അവനെ ശ്വാസം മുട്ടിച്ചിരുന്ന ഒരു വലിയ തടവറയായിരുന്നു. അന്ന് അനുഭവപ്പെട്ട ഏകാന്തതയിൽ വിരഹത്തിൻ്റെ കടുത്ത വേദനയായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി ഈ മുറിയിൽ അനുഭവപ്പെടുന്ന ഏകാന്തതയ്ക്ക് മറ്റൊരു ഭാവമായിരുന്നു. ഇതിൽ റൈഹാനയുടെ ഓർമ്മകൾക്കൊപ്പം അസ്മയോടുള്ള പ്രണയത്തിൻ്റെ ഒരു വലിയ വിങ്ങലായിരുന്നു. അമീർ പതുക്കെ കട്ടിലിലേക്ക് കിടന്നു. മേശപ്പുറത്തിരുന്ന റൈഹാനയുടെ ആ പഴയ ഫോട്ടോയിലേക്ക് അവൻ നോക്കി. മനസ്സുകൊണ്ട് അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി. റൈഹാന, നിനക്ക് ശേഷം എൻ്റെ ജീവിതം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ഈ കൽബിൽ ഇനി മറ്റൊരു പെൺകുട്ടിക്ക് സ്ഥാനമുണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. പക്ഷേ അസ്മ. അമീർ കണ്ണുകൾ അടച്ചു. അസ്മ ഈ മുറിയിലേക്ക് ആദ്യമായി കടന്നുവെന്ന ആ നിമിഷം അവൻ്റെ ഓർമ്മകളിൽ തെളിഞ്ഞു. തൻ്റെ ജീവിതത്തിൽ റൈഹാനയ്ക്ക് ഏത് സ്ഥാനമായിരുന്നോ അതേ പവിത്രമായ സ്ഥാനത്തേക്ക്, തൻ്റെ ആത്മാവിലേക്ക് അസ്മയും പതുക്കെ നടന്നു കയറിയിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. റൈഹാന അവൻ്റെ മനസ്സിലെ പെയ്തൊഴിയാത്ത നിലാവായിരുന്നെങ്കിൽ അസ്മ ഈ ഇരുണ്ട കൽബിലേക്ക് വെളിച്ചം തന്ന പുതിയൊരു പുലരിയായിരുന്നു. നാളെ നേരം പുലരുമ്പോൾ തന്നെ എനിക്ക് അവളുടെ അരികിലേക്ക് പോകണം. എൻ്റെ അസ്മയെ ഈ നെഞ്ചോട് ചേർത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം, അമീർ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. പുറത്ത് നേർത്ത മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ മഴയുടെ സംഗീതത്തിൽ അസ്മയോടുള്ള തീവ്രമായ പ്രണയത്തിൻ്റെ ഓർമ്മകളിൽ നാളത്തെ പുലരിക്കായുള്ള കാത്തിരിപ്പോടെ അമീർ കണ്ണുകൾ പൂട്ടി.